പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ എനിക്കൊരു നെഗറ്റീവ് തോന്നി ഇതല്ല ശരിക്കും പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പൊതുവെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. തന്നെ ഇതിനകത്ത് ജി സെൻസർ വരുന്നുണ്ട്. ജി സെൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ എല്ലാവർക്കും ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഫിറ്റ്മെന്റ് രീതി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വയർ ചിലപ്പം ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിന്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഏതായാലും ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മഴയുള്ള ഒരു സമയത്ത്, അതായത് ഒരു ഡ്രിസ്ലിംഗ് റെയിൻ അല്ലെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പിന്നെ ഇതിനകത്ത് മോഷൻ സെൻസർ എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു DVR ആണ്. DVR എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ്. എന്തിനാണ് ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ വാഹനങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ് ഒരു DVR എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കോഡിംഗ് ഫുട്ടേജ് നമ്മുടെ SD കാർഡിനകത്ത് സേവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതല്ല ശരിക്കും പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പൊതുവെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതുപോലൊരു DVR ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. നമ്മളിന്ന് ഗിവ് അവേയും കൂടെ നടത്താൻ പോവാണ്. ഗിവ് അവേ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DVR തന്നെയാണ്. അതായത് ഈ കാണുന്നൊരു DVR തന്നെയാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ DVR ആണ്. ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല, പക്ഷേ സംഗതി നല്ലതാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, എന്താണ് ഇതിൻ്റെ പ്രൈസ്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ക്യാമറയിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് തന്നെ ഇതിനകത്ത് ജി സെൻസർ വരുന്നുണ്ട്. ജി സെൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന റെക്കോർഡിംഗ് മാത്രം സേഫ് ആയിട്ട്, അതായത് ആ ഒരു സമയത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു റെക്കോർഡിംഗ് സേഫ് ആയിട്ട് മാറ്റി വയ്ക്കും. അതൊരിക്കലും റീറൈറ്റ് ആകത്തില്ല. അതിനെയാണ് ജി സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റി സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നൈറ്റ് വിഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. നൈറ്റ് വിഷൻ നമുക്കറിയാം രാത്രി നല്ല പക്കയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം സ്ട്രീംലെസ് ലൂപ്പ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. സ്ട്രീംലെസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ 3 മിനിറ്റ് കൂടുന്തോറും ഇത് കട്ട് ചെയ്താണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ വീഡിയോസും 3 മിനിറ്റാണ് അതിൻ്റെ ലെങ്ത് വരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. 1080, അതായത് 1080p ഫുൾ HD, അതായത് ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 GB ഇൻക്ലൂഡഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 32 GB മെമ്മറി കാർഡ് ഇതിനകത്തുണ്ട്. ഇനി 170 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്, അതായത് 170 ഡിഗ്രി നമുക്ക് വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വൈഡ് ആംഗിൾ വരുന്നുണ്ട്. അൺബോക്സ് ചെയ്യാം. ഇതിലാകപ്പാടെ ഒരു സീല് മാത്രമുണ്ട്. ഈ ഒരു സീല് ചുമ്മാ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അന്നേരം ഓക്കെയാണ്. യെസ്. അപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്വിച്ചസ് കാണാൻ സാധിക്കും. ഒരു പവർ ബട്ടൺ, ഒരു ലോക്ക് ബട്ടൺ, ഒരു M കൊടുത്തിട്ടുണ്ട്, മെനു ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു OK ബട്ടൺ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ അപ്പ് ആരോ, ഡൗൺ ആരോ, ഒരു ടോപ്പിലോട്ടൊരു ആരോ, ഡൗൺ ആരോ, പിന്നെ മെനു ബട്ടണാണ്. തൽക്കാലം അതവിടെ മാറിയിരിക്കട്ടെ. നമ്മുടെ 12 വോൾട്ടിൻ്റെ കേബിൾ വരുന്നത്. ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് വരുന്ന 5 വോൾട്ട് 1 ആംപിയർ ആണ് വരുന്നത്. ഈ ഒരു കേബിള് ഇപ്പോഴും ശോകമാണ്, B ടൈപ്പ് ആണ്, കുഴപ്പമില്ല. ഇനി അടുത്ത വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്ലിപ്പ്, അതായത് ഒരു വാക്യൂം ക്ലിപ്പാണ് വരുന്നത്. ഈ വാക്യൂം ക്ലിപ്പ് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണം സ്റ്റിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ അത് നോക്കാം. പിന്നെ അടുത്ത് ഒരു 3, 2, 5 ടാഗ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വയറ് മേളിൽ നിന്ന് കയറ്റി വിടുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇതൊന്ന് ടാഗ് ചെയ്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം കൂടെ കൂടുതൽ കൊടുക്കായിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന 2 വൈപ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഡേർട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാക്യൂം ക്ലിപ്പ് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും പറഞ്ഞു പോരുന്നതായിരിക്കത്തില്ല. ഓക്കെ. പിന്നെ ഇതിനകത്തൊരു ഡ്രൈവേഴ്സ് ഇൻസ്റ്റലേഷൻ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൽ ഒന്ന് പിടിപ്പിക്കാം. ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് രീതി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ മേളിൽ നിന്ന് ക്യാമറ താഴോട്ട് വരേണ്ട രീതിയും അതിൻ്റെ ഇത് കൊടുക്കാൻ, വയറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള രീതി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഗിവ് അവേ വേറെ ഒന്നുമല്ല, ഈ ഒരു ക്യാമറ തന്നെയാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ DVR യൂണിറ്റ് ആണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള ബാക്കി വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ഫിറ്റിങ്ങിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ്, അതായത് ഈ ഒരു 12 വോൾട്ടിൽ നിന്നും 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിന്റെ വയർ നമുക്ക് ഇതിലേ കൊണ്ടുപോയി ഇതിലേ വന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഐഡിയ. അതായത് ഇതേണ്ട ഈ താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേ വന്ന് ഇതിലേ കയറി
ഇങ്ങനെ മേളിൽ കൂടെ വന്ന് ഈ ഒരു പോർഷനിലോട്ട് വരിക. ഇതാണ് നമ്മുടെ മെയിൻ അജണ്ട. അപ്പൊ അതിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതിൽ നിലവിൽ കാണിച്ചിരിക്കുന്ന രീതി വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് വഴി, അതായത് ഇതിലെ ചുമ്മാ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതിന്റെ അടിയിൽ കൂടെ കയറിയാണ് മേളിൽ കൂടെ പോകുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു വൃത്തി കാണണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്പം ശരിക്കും ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന രീതി വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ കയറി പോകുന്നത്, കണ്ടോ? അപ്പൊ ഈ സൈഡിൽ കൂടെ കയറി പോകുമ്പോൾ ആ കാണുന്ന വയർ കാണുന്ന ഒരു വൃത്തിയേട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു സജഷൻ തരുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു മോക്കോടെയാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിന്റെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം കുറെ ഫംഗ്ഷൻസിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള മോഡലാണ്. ഫ്രണ്ടും ബാക്കും ക്യാമറ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്റെ വീഡിയോ ഞാൻ എടുത്തുള്ളൂ. കുറച്ച് നാളായതാണ്, കുറെ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ശരിക്കും എന്റെ വാഹനത്തിൽ വെക്കുന്നില്ല, ഇത് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഓക്കെ, കാശ് കൊടുത്ത് മേടിച്ചാണ്, വെറുതെ കിട്ടിയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കാര്യം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈൻ ഇപ്പൊ അവിടം വരെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ വേണ്ടി ഈ മേളത്തെ പോർഷൻ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഈ ഒരു പില്ലർ മാത്രം നമ്മൾ അഴിക്കണം. ഈ പില്ലർ അഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഗ്ലോ ബോക്സ് അഴിക്കണം. ഗ്ലോ ബോക്സ് അഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടിരിക്കുന്ന ഈ സെയിം ഫംഗ്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഗിയർ ലിവറിന്റെ ഈ ഒരു പോർഷൻ പതുക്കെ ഒന്ന് പൊക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ അല്ലെങ്കിൽ ഈ സൈഡ് വഴി ചെറിയൊരു രീതിക്ക് ഒരു ഹോള്, ഈ ഹോൾ ഇടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കവർ മാത്രമേ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതിന് വലിയ കോസ്റ്റ് വരുന്നതല്ല. അതായത് ഈ ഗിയറിന്റെ ബൂട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കട്ടിങ്ങിനകത്തൂടെയാണ് ഈ വയർ ഇങ്ങനെ കയറി വരുന്നത്. അപ്പം വലിയ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതി നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതായിരിക്കും. അത് എൻ്റെ ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഞാനിതൊന്ന് അഴിക്കട്ടെ. അത്യാവശ്യം നല്ല ലെങ്തിയാണ്. കാരണം ഈ വയർ നമുക്ക് ഇതിലേ വേണ്ട, അത്യാവശ്യം ഈ കയറി ഇറങ്ങി പോകാൻ വേണ്ട അത്യാവശ്യം നല്ല ലെങ്തിയാണ്. ഇനി ഞാൻ ഗ്ലോ ബോക്സ് ഒന്ന് അഴിക്കുകയാണ്. ഓക്കെ, ഗ്ലോ ബോക്സ് അഴിച്ചു. ഇനി ഞാൻ ഇതിലെ അപ്പുറത്തോട്ട് ഇറക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിലെ ഈ ഒരു പോർഷൻ ഒന്ന് ഇങ്ങനെ ഇവിടെ വെച്ചേക്കാണ്. ഓക്കെ, അതിട്ടതിന് ശേഷം ഞാൻ ഈ ഒരു സൈഡ് വഴി ഈ ലൈൻ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടാഗ് ചെയ്യാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു അവസരം, ഇവിടെ ഇപ്പം ഒരു കേബിൾ പോകുന്നുണ്ട്. ഈ കേബിളിൽ ഇങ്ങനെ അത് ടാഗ് ചെയ്ത് ഇതിലെ ഞാനിപ്പോൾ കൊണ്ട് വെക്കുകയാണ്. സൈഡിലത്തെ ഈ പില്ലർ ഒന്ന് അഴിക്കാം. അതിന് ഈ കേബിൾ ഒരു അല്പം, അതായത് ഈ കൊടുത്തിരിക്കുന്ന റബ്ബർ ബീഡിങ് ഒരു അല്പം മാറ്റി, അഡീഷണൽ ആയിട്ടുള്ള വല്ല ഫിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഇത് നേരെ പുറത്ത് വലിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സൈഡ് അഴിച്ചു. ഇനി ഇതിലെയാണ് നമ്മൾ ആ വയർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ വയർ ഇങ്ങോട്ട് ഇതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ മേളിലോട്ട് വേണ്ട ഒരു ലെങ്ത് നമുക്കറിയാം. ഏകദേശം അധികം വേണ്ട, എന്നാൽ ഒരു ഏകദേശം വേണ്ട ലെങ്തിന്റെ അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് ആ പോർഷൻ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. അപ്പൊ ഒരു ഏകദേശം വയർ അപ്പൊ അധികം ഇവിടെ വരേണ്ട കാര്യമില്ല. എക്സസ് ആയിട്ടുള്ളത് നമുക്ക് തിരിച്ചു വലിക്കാം. ഇത് ടൈ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ഈ പൊസിഷനിൽ വയർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, തൽക്കാലത്തേക്ക്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാനിത് മാറ്റുകയാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടം വരെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ആക്കുക. ഓക്കെ, അപ്പൊ ഇപ്പം ഞാൻ വലിച്ചിരിക്കുന്നത് എനിക്ക് ഓക്കെ ആണ്. ആ ലെങ്ത് കറക്റ്റ്. ഒത്തിരി തൂങ്ങി കിടക്കുന്ന രീതിക്ക് ഒരു കാരണവശാലും ചെയ്യരുത്. ആവശ്യമുള്ള രീതിക്ക് മാത്രം സെറ്റ് ചെയ്യുക. ഞാൻ ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ, ഒട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ വെച്ച് ഓക്കെ ആണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഇതിങ്ങനെ ഇവിടെ ഞാൻ ടാഗ് ചെയ്ത് പോവാണ്. ഇവിടുത്തെ ലെങ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാഗ് ചെയ്യാം. ഒരുപാട് ടൈറ്റ് ആക്കല്ലേ, ജസ്റ്റ് ഒരു ഒന്ന് പിടുത്തം മാത്രം കിട്ടുന്ന രീതിക്ക് ചെയ്യാവുള്ളൂ. കാരണം ഒരുപാട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ കുറെ നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വയർ ചിലപ്പം ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു പിടുത്തം മാത്രം. കാരണം ഇതിനകത്ത് വെറുതെ കിടന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ടാഗ് ഇട്ട് പോകാവുള്ളൂ. മിച്ചമുള്ള ഇത്ര മിച്ചമുണ്ട്, അത് നമ്മളിവിടെ ടാഗ് ചെയ്ത് പ്രോപ്പറായിട്ട്, അതായത് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിക്കും വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഞാനിവിടെ താഴെ ഒന്ന് ടാഗ് ചെയ്ത് വെക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്തതിന് ശേഷം നേരെ ഇതിപ്പോൾ തിരിച്ച് പിടിപ്പിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര ലാഗ് അടിച്ച് പോകുന്നത്. അപ്പം അറിയാവുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. ഇതിനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ക്ലിപ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയേക്കണം. ഈ ക്ലിപ്പ് ഇവിടെ കറക്റ്റ് കയറണം, ഈ ഹോളിന്റെ ആ ഭാഗം തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കണം. ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്, ഈ ക്ലിപ്പും കറക്റ്റ് ഇതിൽ കയറുന്ന രീതിക്ക് തന്നെ ചെയ്തോണം. കാരണം ക്ലിപ്പൊന്നും കയറാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാകും, ഭയങ്കര അലമ്പായിരിക്കും. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്തോണം. ഓക്കെ, ശരി. അപ്പൊ അത് സെറ്റായി. ഇനി ഇത് പഴയതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ വയർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇത് ഫിറ്റ് ചെയ്തതിന് മുമ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഏതായാലും ഞാനിത് കളയുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് കിട്ടുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുകയാണ്. ഈ ഒരു പൊസിഷനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് വാക്യൂം ക്ലിപ്പ് വെച്ച് ചെയ്തു. ഇത് വേറെ ഒന്നുമില്ല,
നമ്മുടെ ഈ സൈഡ് ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നേരെ ഇതിലോട്ട് വന്ന് കയറിയാൽ മാത്രം മതി. അതായത് ഇതിലെ ഇങ്ങനെ ചുമ്മാ പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. അപ്പൊ നാളെ ഒരു സമയത്ത് നമുക്ക് ഇത് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ബാക്കിലോട്ട് പുള്ള് ചെയ്യുക, ഇതല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുള്ള് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇനി ഇത് നേരെ ഞാനിവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരല്പം കൂടെ കയറ്റി വയ്ക്കാം, വയർ പുറത്തോട്ട് ചാടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വയറെല്ലാം കയറ്റി വെച്ച് ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിന്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഏതായാലും ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. ഞാനിത് ജസ്റ്റ് കണക്ട് ചെയ്യാണ്. ഇവിടെ നമ്മുടെ പുതിയതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഞാനൊന്ന് കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഗിവ് അവയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ ഞാൻ അൺബോക്സ് ചെയ്ത സാധനമാണ്. ഇതല്ലാതെ പുതിയൊരു ഐറ്റമാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്ന ഐറ്റം. അപ്പോൾ ഈ ഗിവ് അവേ കിട്ടാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ഒരു കമന്റ് കൊടുക്കുക, നിങ്ങളുടെ പേരും കൂടെ കമന്റിനകത്ത് വരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും MG Tech Explorer എന്ന് പറയുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യണം. ഇതിന്റെ റിസൾട്ട് ഞാൻ പറയുന്നത് ഫെബ്രുവരി 7-ാം തീയതി ആയിരിക്കും. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അന്നാണ് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗിഫ്റ്റ് ആർക്ക് കിട്ടും എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും MG Tech Explorer എന്ന് പറയുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ MG Tech Explorer എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തി. നമുക്ക് ഇതിലോട്ട് നോക്കാം. ഇവിടെ ഒരു റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് നമുക്ക് കാണാം. ഒരു സൗണ്ടും വരുന്നുണ്ട്. യെസ്, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു റെഡ് ലൈറ്റ്, അതാ ചാർജിങ്ങിൻ്റെ ലൈറ്റാണ്. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്, അത് റെക്കോർഡിങ്ങിൻ്റെ ലൈറ്റാണ്. ഇതിനകത്ത് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ റെഡ് ലൈറ്റ് നമുക്ക് കാണാം. റെക്കോർഡിംഗ് ടൈം ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മൈക്കിൻ്റെ ഒരു പടം കാണിക്കുന്നുണ്ട്, പക്ഷേ എത്രത്തോളം നമുക്ക് മൈക്കിൻ്റെ സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് കൺഫേം അല്ല. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ബാറ്ററി ചാർജിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട്, മെമ്മറി കാർഡിൻ്റെയും കാണിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ടൈമും കൂടെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഡ്രൈവും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്കിപ്പോൾ പകലൊരു സമയത്ത് ഡ്രൈവ് ചെയ്യുന്നതും രാത്രി സമയത്ത് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മിസ് ചെയ്തു പോയി, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ അതായത് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, കണ്ടോ? ഈ ഒരു സ്റ്റിക്കർ ഞാനൊന്ന് കളയുകയാണ്. അപ്പൊ നമ്മുടെ വിസിബിലിറ്റി നല്ല പക്കയായിട്ടുണ്ട്, കണ്ടോ? ഇപ്പോഴാണ് ശരിക്കും അതിന്റെ ക്ലാരിറ്റി വന്നത്. കാരണം ഈ ഒരു സ്റ്റിക്കർ നിന്നുകൊണ്ടാണ് അതിന്റെ ക്ലാരിറ്റി പക്കയായിട്ട് വരാത്തത്. ഇപ്പൊ അതിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റേണൽ റെക്കോർഡിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് നോക്കാം. മൈക്കിന്റെ പടം ഉണ്ട്, പക്ഷെ എത്രത്തോളം മൈക്ക് വർക്കിംഗ് ആണെന്നോ കാര്യങ്ങളോ എനിക്ക് അറിയത്തില്ല. യെസ്, മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ താഴത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ടായി. ഇപ്പൊ ഏതായാലും സംഗതി ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോയ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത്, അതായത് നമ്മൾ അകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡ് ആകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇതിന്റെ ഔട്ടും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാം. പകല് ഏകദേശം ഇപ്പൊ ഒരു ഉച്ച സമയമാണ്. ഏകദേശം 1:45 നമ്മളിപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം എങ്ങനെയുണ്ട് ഇതിന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഫുൾ HD ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വേറെ വലിയ കോംപ്രമൈസ് ഇല്ല. മൈക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തന്നായിരുന്നു. ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പക്കയായിട്ട് പറയാനാണെങ്കിൽ ജസ്റ്റ് ഓക്കെ വീഡിയോസ് മാത്രമാണ് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഭയങ്കര ഒരു ഹൈക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, എന്നാലും പലരും കണ്ടു കാണും. 4,999, 5,000 രൂപ. ഒരു 999 കിടക്കുന്ന വെച്ച് നോക്കണ്ട, 5,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ ആ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്. ഈ മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ വാഹനത്തിനകത്തിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെക്കോർഡ് ആകുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റ് മെമ്മറി കാർഡ് വരുന്നുണ്ട്. അത് നമുക്ക് മാറ്റാൻ സാധിക്കും. 64 GB വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്, കാരണം 64 GB. പക്ഷേ എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു 1080 അല്ലെങ്കിൽ ഫുൾ HD റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 498 MB കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്ര വെച്ചാണ് ഇത് വരുന്നത്. പിന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. ഓരോ 3 മിനിറ്റിലാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത്. അതും ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് മോഷൻ സെൻസർ എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഈ ക്യാമറ ഐഡിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. റീസെറ്റ് ബട്ടണും കാണാൻ സാധിക്കും. ഒരു 6 മറിഞ്ഞ് കൊടുത്തിരിക്കുന്ന റീസെറ്റ് ബട്ടണാണ്. ഇവിടെ ഒരു മൈക്കും ഉണ്ട്. അപ്പോൾ റീസെറ്റ് ബട്ടൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏതെങ്കിലും രീതിക്ക് സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റീസെറ്റ് ആയിക്കോളും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് മാറ്റാനൊക്കെ ആയിട്ടാണ്
കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയിട്ടുള്ള എനിക്കൊരു നെഗറ്റീവ് തോന്നി, ഇതിന് കുലുക്കം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഞാൻ ഇട്ട ലോക്ക് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഏതായാലും നൈറ്റിലെ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് അറിയാൻ സാധിക്കും. ഏതായാലും നൈറ്റിലെ വീഡിയോ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ രാത്രിയുള്ള കാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ എന്നെ പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് അതിൽ കുറച്ചേറെ നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല എത്രത്തോളം പക്കെ ആയിരിക്കും എന്നുള്ളത്. ഏതായാലും നമുക്ക് ജസ്റ്റ് ഡൗട്ടും കൂടെ എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് പറയാം. അങ്ങനെ ഇപ്പം നമ്മൾ രാത്രി ഓടിച്ച സമയത്ത് ഏകദേശം എനിക്ക് വലിയ കുഴപ്പമില്ല, ഓക്കെ എന്ന് തന്നെ. അതായത് പകൽ ഓടിച്ച ആ ഒരു ഫീൽ പോലെ തന്നെ എനിക്ക് രാത്രിയും തോന്നി. വെട്ടത്തിൻ്റെ കാര്യം ഓക്കെ എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഭയങ്കര ഒരു ഗുമ്മെന്ന് പറയാനില്ല, എന്നാൽ ഒരു ആവറേജ് ടൈപ്പ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി മഴയുള്ള ഒരു സമയത്ത്, അതായത് ഒരു ഡ്രിസ്ലിംഗ് റെയിൻ അല്ലെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം സമയം 2:35 ആയിട്ടുണ്ട്. അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ മഴയത്തെ ഫീലിംഗും ഒക്കെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഷെയ്ക്ക് ഉണ്ടോ, നല്ല കട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയ രീതിക്ക് നേരത്തെ ഒരു ഞാൻ എടുത്തപ്പോൾ ഒന്ന് ഫീൽ ചെയ്തായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാമറയിൽ നിന്നും റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസും ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടുമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വാഹനത്തിനകത്തിരുന്ന് സംസാരിക്കുന്ന അപ്പാട് തന്നെയാണ്. അതിനകത്ത് വേറെ സൗണ്ട് കൂട്ടലോ കുറയ്ക്കലോ ഒന്നും ചെയ്യാതെ തന്നെ ആസിറ്റീസ് എങ്ങനെയാണോ ഈ വാഹനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ യാത്രയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും കമൻട്രിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ അതും ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ക്യാമറയുടെ ഔട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇതിപ്പോൾ ഒരു ഫുൾ HD-യിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ മഴയുള്ള സമയത്തും വലിയ കുഴപ്പമില്ല. എല്ലാം ഞാനൊരു ആവറേജ് മാത്രം കൊടുക്കത്തുള്ളൂ. അതായത് ഏറ്റവും ഒരു ഹൈ കൊടുക്കത്തില്ല, എന്നാൽ ഒരു തീരെ ലോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ് നമുക്ക് ഈ പറയുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് ചെറിയൊരു ഡ്രോബാക്കും കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹോൾഡർ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറ ഹോൾഡ് ചെയ്യുന്ന യൂണിറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വൈബ്രേഷനാണ് നിങ്ങൾ കൂടുതലും ആ വീഡിയോസിനകത്ത് ചെറിയൊരു ഷെയ്ക്ക് കണ്ടതിൻ്റെ കാര്യം. ബാക്കിയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ പക്കയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം മൈക്ക് എന്നുള്ളൊരു ഫീച്ചർ വരുന്നതാണ്. കാരണം മൈക്ക് എന്നുള്ളൊരു ഫീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏകദേശം 4,990 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റിൽ 32 GB ഇൻറ്റേർണൽ മെമ്മറി കാർഡും കിട്ടുന്നു. 32 GB മെമ്മറി കാർഡും കിട്ടുന്നുണ്ട്. ഒരു മൈക്ക് ഫീച്ചറുണ്ട്. നമ്മൾ വാഹനത്തിനകത്ത് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെക്കോർഡ് ആകുന്നുണ്ട്. ഇനി ഇൻ കേസ് നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആകുന്നതായിരിക്കും. അതൊരു നല്ലൊരു പ്രൊവിഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൈക്ക് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ബാറ്ററി ഞാൻ പറഞ്ഞ പോലെ 200 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇച്ചിരി ചാർജ് ഉണ്ട്. ആ ചാർജ് ഉള്ളതുകൊണ്ട് ഇത് ഓൺ ആകുമോ നമുക്ക് നോക്കാം ആദ്യം. യെസ്, ഇതിനകത്ത് ചെറിയൊരു ചാർജ് ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓൺ ആകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഇവിടുത്തെ വിഷ്വലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ ഇത് ബാറ്ററി ലോ ബാറ്ററിയാണെന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും അവിടെ ഓട്ടോ റിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൈക്കിൻ്റെ ഒക്കെ ഇതിപ്പോൾ കണ്ടോ, മൈക്ക് ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഞാനത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മൈക്ക് ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഓൾറൗണ്ട് നോക്കാനാണെങ്കിൽ ജസ്റ്റ് അത്യാവശ്യം ഒരു ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ഒരു ചെറിയൊരു DVR അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡിംഗ് പർപ്പസിലുള്ള ഈ ഒരു ക്യാമറ മേടിച്ച് വെക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ഇത് ഒരെണ്ണം എപ്പോഴും ഉള്ളത് നല്ലതാണ്. കാരണം എന്തെങ്കിലും രീതിക്ക് നമ്മളെ ഇപ്പം വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഒരു പ്രൂഫും കൂടെയാണ് ഈ പറയുന്ന ഒരു വീഡിയോ റെക്കോർഡിങ്. കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, ഇതിന് ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ, അതായത് ഫ്രണ്ട് ക്യാമറ മാത്രം വരുന്നുള്ളൂ, റിയർ ക്യാമറ വരുന്ന മോഡൽ ഇല്ലേ എന്നൊരു ഡൗട്ട് തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ക്യാമറ വരുന്ന മോഡൽ നെക്സൈക്ക് അവൈലബിൾ ആണ്. അതായത് മാരുതി സുസുക്കി ജെനുവിൻ ആക്സസറീസിന് റിയർ ക്യാമും കൂടെ വരുന്ന, അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാം വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പാർട്ട് നമ്പർ കൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തോളാം.